19 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങൾക്കൊരു കുട്ടികളായിട്ടേ ഇല്ല. പക്ഷെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയാൽ ഞങ്ങൾ പൊന്നുപോലെ തന്നെ വളർത്തും. അത് ഞങ്ങൾ പൊന്നുപോലെ നോക്കും. ദൈവം പൊന്നുപോലെ ഞങ്ങൾ വളർത്തും. ആണായാലും പെണ്ണായാലും ഞങ്ങൾ വളർത്തിയിരിക്കും. ഒരാളെ ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ ആരെങ്കിലും കളയാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നവരെ ഞാൻ എൻ്റെ ലൊക്കേഷൻ വരെ ഇട്ട് തരാം. എൻ്റെ പടിവാതൊക്കെ കൊണ്ടുവച്ചു. ഞാൻ അതിനെ നോക്കിയിരിക്കും. അത് 100%. എൻ്റെ പടിവാതൊക്കെ നേരം വെളുക്കുമ്പോൾ ആ കുഞ്ഞ് എൻ്റെ പടിവാതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൈയോടെ എടുത്തേച്ച് ഞാൻ എടുത്ത് നോക്കാൻ ബാധ്യത. എൻ്റെ ലൊക്കേഷനും എൻ്റെ ഫോൺ നമ്പരും കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഉപേക്ഷിക്കാനെ കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞേച്ചാൽ മതി. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ പടിവാതൊക്കെ കൊണ്ടുപോകും. നമസ്കാരം, അജാസ് സൈനുദ്ദീനാണ്. ഇന്ന് നമ്മുടെ ചാനലിലൂടെ 2 ദമ്പതികളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ വയനാടുണ്ടായ ദുരന്തത്തിൽ അനാഥരാകപ്പെട്ട കുട്ടികളെ ഏറ്റെടുക്കാനായിട്ട് 2 ദമ്പതികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കീരുകുഴിയിലാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ളത്. കൂടുതൽ വിശേഷങ്ങൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ദമ്പതികൾ എൻ്റെ ബാക്കിൽ നിൽപ്പുണ്ട്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, ചേച്ചി, നമസ്കാരം. നമസ്കാരം. നിങ്ങളൊരു വാർത്ത നമ്മൾ കണ്ടായിരുന്നു. അത് അറിഞ്ഞിട്ട് വന്നതായിരുന്നു.